നമ്മൾ ഇനി പഠിക്കുന്നത് കുറച്ച് റിയൽ സിറ്റുവേഷൻസ് ആണ്. അപ്പോൾ റിയൽ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലുമൊക്കെ അവസരങ്ങളിൽ, ഏതെങ്കിലുമൊക്കെ ഒരു സന്ദർഭങ്ങളിൽ നമുക്ക് ഏതൊക്കെ തരത്തിലുള്ള ഇംഗ്ലീഷ് സെന്റൻസുകൾ ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിലൂടെ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ഇങ്ങനെ സെന്റൻസുകളായിട്ട് പറയാം, അതിൻ്റെ മലയാളം ട്രാൻസ്ലേഷൻ കൂടി പറയാം. ശ്രദ്ധിച്ചോളൂ. ഇറ്റ് വാസ് ലാസ്റ്റ് വെൻസ്ഡേ. അർത്ഥതാണ് കഴിഞ്ഞ ബുധനാഴ്ചയായിരുന്നു. ഇറ്റ് വാസ് ലാസ്റ്റ് വെൻസ്ഡേ, കഴിഞ്ഞ ബുധനാഴ്ചയായിരുന്നു. അപ്പം നമ്മൾ ഇറ്റ് എന്നൊക്കെ പറയുന്നത് കേൾക്കുന്ന സമയത്ത് നമ്മൾ വിചാരിക്കും ഇറ്റ് എന്ന് പറഞ്ഞാൽ അത് അല്ലെങ്കിൽ ഇത് എന്നൊക്കെ അല്ലേ അർത്ഥം വരുന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞ ബുധനാഴ്ചയായിരുന്നു, അത് കഴിഞ്ഞ ബുധനാഴ്ചയായിരുന്നു എന്നൊക്കെ അർത്ഥം വരുമോ എന്ന് വിചാരിക്കും. അങ്ങനെയൊന്നും അർത്ഥം വരുന്നില്ല. ശരിക്കും നമ്മളിപ്പോൾ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് പറയുന്നതിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇറ്റ് ഈസ് റെയിനിങ് എന്നാണ്. ഓക്കെ, അപ്പോൾ അത്തരത്തിൽ നമുക്കൊരു ഡെഫിനറ്റ്ലി ഒരു സബ്ജക്റ്റ് വേണം എന്നുള്ള ഒരു റൂൾ ഉള്ളതുകൊണ്ടാണ് നമ്മളിവിടെ ഇറ്റ് ആഡ് ചെയ്യുന്നത്. സോ ഇവിടെ ഇത്രയേ ഉള്ളൂ. ഇറ്റ് വാസ് ലാസ്റ്റ് വെൻസ്ഡേ, കഴിഞ്ഞ ബുധനാഴ്ചയായിരുന്നു. അപ്പോൾ എന്താണ് കഴിഞ്ഞ ബുധനാഴ്ച ഉണ്ടായത് എന്നുള്ളത് പറയാം. ഓക്കെ, വെൻ ഐ റീച്ച്ഡ്. വെൻ, ഇവിടെ വെൻ എന്ന് ഉദ്ദേശിക്കുന്നത് അപ്പോൾ എന്നാണ് അർത്ഥം വരുന്നത്. വെൻ ഐ റീച്ച്ഡ് എന്താ അർത്ഥം വരുന്നത്? വെൻ ഐ റീച്ച്ഡ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എത്തിയപ്പോൾ. വെൻ ഐ റീച്ച്ഡ്, ഞാൻ എത്തിയപ്പോൾ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, വെൻ ഐ റീച്ച്ഡ് അറ്റ് എറണാകുളം ഓഫീസ്. ഞാൻ എറണാകുളം ഓഫീസിലോട്ട് എത്തിയപ്പോൾ. വെൻ ഐ റീച്ച്ഡ്, ഞാൻ എത്തിയപ്പോൾ. എവിടെയാണ്? അറ്റ് എറണാകുളം ഓഫീസ്. ഓക്കെ, ഇറ്റ് വാസ് 8:30. ഇറ്റ് വാസ് 8:30, 8:30 ആയിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഐ റീച്ച്ഡ് അറ്റ് എറണാകുളം ഓഫീസ്. ഞാൻ എറണാകുളം ഓഫീസിലോട്ട് എത്തിയ സമയത്ത്, ഇനി എന്തിനു വേണ്ടിയിട്ടാണെന്ന് വേണമെങ്കിൽ പറയാം, ടു അറ്റൻഡ് ആൻ ഇൻ്റർവ്യൂ. ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനായിട്ട് ഞാൻ അവിടെ എത്തിയ സമയത്ത് ഇറ്റ് വാസ് 8:30, 8:30 ആയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്, രണ്ട് സെൻറ്റൻസുകളാണ്. ഒന്നാമത്തെ സെൻറ്റൻസ് ഇതാണ്, ഇറ്റ് വാസ് ലാസ്റ്റ് വെൻസ്ഡേ, കഴിഞ്ഞ ബുധനാഴ്ചയായിരുന്നു. വെൻ ഐ റീച്ച്ഡ് എറണാകുളം ഓഫീസ് ടു അറ്റൻഡ് ആൻ ഇൻ്റർവ്യൂ ഇറ്റ് വാസ് 8:30. ഓക്കെ, അപ്പം ഞാൻ എറണാകുളം ഓഫീസിൽ ഇൻ്റർവ്യൂ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനായിട്ട് എത്തിയ സമയത്ത് 8:30 ആയിട്ടുണ്ടായിരുന്നു. ക്ലിയർ? ഓക്കെ, വെൻ ഐ റീച്ച്ഡ് ദർ. വെൻ നമ്മൾ പറഞ്ഞു അപ്പോൾ. വെൻ ഐ റീച്ച്ഡ് ദർ, ഞാൻ അവിടെ എത്തിയപ്പോൾ. നോബഡി വാസ് ദർ. നോബഡി വാസ് ദർ, അവിടെ ആരും ഉണ്ടായിരുന്നില്ല. വെൻ ഐ റീച്ച്ഡ് ദർ, ഞാൻ അവിടെ എത്തിയപ്പോൾ. നോബഡി വാസ് ദർ, അവിടെ ആരും ഉണ്ടായിരുന്നില്ല. സോ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട്. ഐ വെയിറ്റഡ്, ഞാൻ വെയിറ്റ് ചെയ്തു. സോ ഐ വെയിറ്റഡ് ഇൻ ഫ്രണ്ട് ഓഫ് ദി ഓഫീസ്. ഓഫീസിൻ്റെ ഫ്രണ്ടിൽ, ഇൻ ഫ്രണ്ട് ഓഫ് ദി ഓഫീസ് ഫോർ സം ടൈം, കുറച്ച് നേരം. സോ അതുകൊണ്ട് ഐ വെയിറ്റഡ് ഇൻ ഫ്രണ്ട് ഓഫ് ദി ഓഫീസ് ഫോർ സം ടൈം, ഞാൻ കുറച്ച് നേരം ഓഫീസിൻ്റെ മുന്നിൽ വെയിറ്റ് ചെയ്തു. ആഫ്റ്റർ സം ടൈം, കുറച്ച് കഴിഞ്ഞപ്പോൾ. ആഫ്റ്റർ സം ടൈം, കുറച്ച് കഴിഞ്ഞപ്പോൾ. സേ അറൗണ്ട് 9:30, ഏകദേശം ഒരു 9:30 ആയപ്പോൾ. സേ അറൗണ്ട് എന്ന് വെച്ചാൽ ഏകദേശം ഒരു എന്നൊക്കെ പറയില്ലേ, ശരിക്കും പറയുകയാണെങ്കിൽ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. സേ അറൗണ്ട് 9:30, ഏകദേശം 9:30 ആയപ്പോൾ. വൺ പേഴ്സൺ കെയിം. വൺ പേഴ്സൺ, ഒരു വ്യക്തി. കെയിം, വന്നു. ആൻഡ് ഓപ്പൺഡ് ഓഫീസ്. ആൻഡ് ഓപ്പൺഡ് ദി ഓഫീസ്. ആൻഡ് ഓപ്പൺഡ് ദി ഓഫീസ്, എന്നിട്ട് ഓഫീസ് ഓപ്പൺ ചെയ്തു. വെൻ ഹി എൻറ്റേർഡ് ദി ഓഫീസ്, അദ്ദേഹം ഓഫീസിലോട്ട് എൻറ്റർ ചെയ്തപ്പോൾ, കടന്നപ്പോൾ. ഹി ലുക്ക്ഡ് അറ്റ് മീ, അദ്ദേഹം എന്നെ നോക്കി. ഹി ലുക്ക്ഡ് അറ്റ് മീ. ഹി ലുക്ക്ഡ് അറ്റ് മീ, അദ്ദേഹം എന്നെ നോക്കി. ദെൻ ഐ സെഡ്, അപ്പം ഞാൻ പറഞ്ഞു ഗുഡ് മോർണിംഗ്. ദെൻ ഐ സെഡ് ഗുഡ് മോർണിംഗ്, ഞാൻ പറഞ്ഞു ഗുഡ് മോർണിംഗ്. വിതൗട്ട് സേയിങ് എനിത്തിങ് ടു മീ, എന്നോട് ഒന്നും പറയാതെ. വിതൗട്ട് സേയിങ് എനിത്തിങ് ടു മീ, ഹി സാറ്റ് ഓൺ എ സീറ്റ്, അദ്ദേഹം ഒരു സീറ്റിലിരുന്നു. ഈവൻ ആഫ്റ്റർ എ ലോങ് ടൈം, കുറേ സമയം കഴിഞ്ഞിട്ടും. നോ ബഡി കെയിം ദർ, ആരും വന്നില്ല അവിടെ. അദ്ദേഹം അവിടെ ഇരിക്കുന്നുണ്ട്, വേറെ ആരും വന്നില്ല. നോ ബഡി കെയിം ദർ. സോ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു അതുകൊണ്ട്. ഐ തോട്ട്, ഞാൻ ആലോചിച്ചു. ടു എൻക്വയർ അബൌട്ട് ഇറ്റ്, ഞാൻ അതിനെക്കുറിച്ചിട്ടൊന്ന് ചോദിക്കാമെന്ന് വിചാരിച്ചു. സോ അതുകൊണ്ട് ഐ തോട്ട് ടു എൻക്വയർ അബൌട്ട് ദാറ്റ്, ഞാൻ അതിനെക്കുറിച്ചിട്ടൊന്ന് അന്വേഷിക്കാമെന്ന് വിചാരിച്ചു. ലുക്കിംഗ് അറ്റ് ഹിം, അദ്ദേഹത്തെ നോക്കിക്കൊണ്ട്. ലുക്കിംഗ് അറ്റ് ഹിം, അദ്ദേഹത്തെ നോക്കിക്കൊണ്ട്. ഐ ആസ്ക്ഡ്, ഞാൻ ചോദിച്ചു. ഈസിൻറ്റ് ദ ഇൻ്റർവ്യൂ ടുഡേ. ഈസിൻറ്റ് ദ ഇൻ്റർവ്യൂ ടുഡേ, ഇന്നല്ലേ ഇൻ്റർവ്യൂ എന്ന് ചോദിച്ചു. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. ലുക്കിംഗ് അറ്റ് ഹിം, അദ്ദേഹത്തെ നോക്കിക്കൊണ്ട് ഞാൻ ചോദിച്ചു. ഐ ആസ്ക്ഡ് ഹിം, ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു. ഈസിൻ ദ ഇൻ്റർവ്യൂ ടുഡേ, ഇന്നല്ലേ ഇൻ്റർവ്യൂ. ഈസിൻറ്റ് ദ ഇൻ്റർവ്യൂ ടുഡേ, ഇന്നല്ലേ ഇൻ്റർവ്യൂ. ദെൻ ഹീ ടോൾ മീ, അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു. ടു ലുക്ക് അറ്റ് ദ നോട്ടീസ് ബോർഡ്, നോട്ടീസ് ബോർഡിൽ പോയിട്ട് നോക്കാനായിട്ട് പറഞ്ഞു. ആസ് സൂൺ ആസ് ഐ ഹേർഡ് ദാറ്റ്, ആസ് സൂൺ ആസ് ഐ ഹേർഡ് ദാറ്റ്, അത് കേട്ട ഉടനെ തന്നെ. ആസ് സൂൺ ആസ്, ഉടനെ. ഐ ഹേർഡ് ദാറ്റ്, ഞാനത് കേട്ട ഉടനെ. ഐ കെയിം ഇൻ ഫ്രണ്ട് ഓഫ് ദി ഓഫീസ്, ഞാൻ ഓഫീസിൻ്റെ ഫ്രണ്ടിൽ വന്നു. ആൻഡ് ലുക്ക്ഡ് അറ്റ് ദ നോട്ടീസ് ബോർഡ്, ഞാൻ എന്നിട്ട് ആ നോട്ടീസ് ബോർഡിലോട്ട് നോക്കി.
ഇറ്റ് വാസ് ദെൻ ഐ കെയിം ടു നോ, അപ്പോഴാണ് ഞാൻ അറിഞ്ഞത്, ഇറ്റ് വാസ് ദെൻ ഐ കെയിം ടു നോ ദാറ്റ് ദ ഇൻ്റർവ്യൂ വാസ് പോസ്റ്റ്പോൺഡ്. അപ്പോഴാണ് ഞാൻ അറിഞ്ഞത് ഇൻ്റർവ്യൂ മറ്റൊരു ദിവസത്തേക്ക് നീട്ടിവെച്ചു എന്നുള്ളത്. ഐ ഫെൽറ്റ് ടെറിബിളി ആംഗ്രി, എനിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നു. ഐ ഫെൽറ്റ് ടെറിബിളി ആംഗ്രി. കുഡിൻ യു ഹാവ് ടോൾഡ് മീ ദിസ് ബിഫോർ, കുഡിൻറ്റ് യു ഹാവ് ടോൾഡ് മീ ദിസ് ബിഫോർ, നിങ്ങൾക്കിത് കുറച്ച് മുന്നേ പറയാൻ പറ്റുമായിരുന്നില്ലേ. ഈവൻ വെൻ ഹി ഹേർഡ് ദാറ്റ്, അത് കേട്ടിട്ട് പോലും, ഈവൻ വെൻ ഹി ഹേർഡ് ദാറ്റ്, അത് കേട്ടിട്ട് പോലും, അദ്ദേഹം അത് കേട്ടിട്ട് പോലും, ഹി സാറ്റ് ദർ സൈലന്റ്ലി, അദ്ദേഹം സൈലന്റ് ആയിട്ട് അവിടെ ഇരുന്നു. ഹി സാറ്റ് ദർ, സാറ്റ് എന്ന് പറഞ്ഞാൽ സിറ്റിന്റെ പാസ്റ്റ് ആണ്. ഹി സാറ്റ് ദർ സൈലന്റ്ലി, അദ്ദേഹം സൈലന്റ് ആയിട്ട് അവിടെ ഇരുന്നു. ഐ കുഡിൻ കൺട്രോൾ മൈസെൽഫ്, എനിക്ക് എന്നെ തന്നെ നിയന്ത്രിക്കാനായിട്ട് സാധിച്ചില്ല. ഐ കുഡിൻ കൺട്രോൾ മൈസെൽഫ്, ഐ കുഡിൻറ്റ് കൺട്രോൾ മൈസെൽഫ്, എനിക്ക് എന്നെ തന്നെ നിയന്ത്രിക്കാനായിട്ട് സാധിച്ചില്ല. ഐ കുഡിൻ കൺട്രോൾ മൈസെൽഫ്. ദെൻ ഐ ആസ്ക്ഡ് ആർ യു ക്രേസി, അപ്പം എനിക്ക് സ്വയം നിയന്ത്രിക്കാൻ സാധിച്ചില്ല. ഞാൻ ചോദിച്ചു ആർ യു ക്രേസി, നിങ്ങൾക്ക് ഭ്രാന്താണോ, നിങ്ങൾക്ക് ഭ്രാന്താണോ എന്ന് ഞാൻ ചോദിച്ചു. ഹൗ ലോങ് ഹാവ് ഐ ബീൻ വെയിറ്റിംഗ് ഹിയർ, ഹൗ ലോങ് ഹാവ് ഐ ബീൻ വെയിറ്റിംഗ് ഹിയർ, ഞാനിവിടെ എത്ര നേരമായിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഹൗ ലോങ് ഹാവ് ഐ ബീൻ വെയിറ്റിംഗ് ഹിയർ. യു കുഡ് ഹാവ് ഇൻഫോംഡ് മീ ദിസ് മച്ച് ഏർലിയർ, യു കുഡ് ഹാവ് ഇൻഫോംഡ് മീ, നിങ്ങൾക്ക് ഇത് കുറച്ചും കൂടി മുന്നേ എന്നെ ഇൻഫോം ചെയ്യാമായിരുന്നു. യു കുഡ് ഹാവ് ഇൻഫോംഡ് മീ, യു കുഡ് ഹാവ് ഇൻഫോംഡ് മീ ദിസ് മച്ച് ഏർലിയർ, ഇത് നിങ്ങൾക്ക് കുറച്ചും കൂടി നേരത്തെ എന്നെ ഒന്ന് ഇൻഫോം ചെയ്യാമായിരുന്നില്ലേ. ഹി സാറ്റ് ദർ റീഡിങ് സംതിങ്, എന്തോ വായിച്ചുകൊണ്ട് അദ്ദേഹം അവിടെ ഇരുന്നു. ആസ് ഇഫ് എന്ന പോലെ, ആസ് ഇഫ് ഹി ഹാസൻറ്റ് ഹേർഡ് എനിത്തിങ്, അദ്ദേഹം ഒന്നും കേട്ടിട്ടില്ല എന്നുള്ള പോലെ എന്തോ വായിച്ചുകൊണ്ട് അവിടെ ഇരുന്നു. ആസ് ഇഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ന പോലെ എന്നർത്ഥം. ആസ് ഇഫ് ഹി ഹാസൻറ്റ് ഹേർഡ് എനിത്തിങ്, ഒന്നും കേട്ടിട്ടില്ല എന്ന പോലെ അദ്ദേഹം അവിടെ ഇരുന്നു. ഐ ഗോട്ട് ഓഫ് ഫ്രം ദർ, ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. ആൻഡ് ഐ കോട്ട് ദ നെക്സ്റ്റ് ബസ് ഹോം, ഞാൻ അടുത്ത ബസ്, വീട്ടിലോട്ടുള്ള അടുത്ത ബസ് ഞാൻ പിടിച്ചു. ആസ് സൂൺ ആസ് ഐ ഗോട്ട് ഹോം, ആസ് സൂൺ ആസ് ഐ ഗോട്ട് ഹോം, ഞാൻ വീട്ടിൽ എത്തിയ ഉടനെ, മമ്മ ആസ്ക്ഡ് മീ, അമ്മ ചോദിച്ചു, ഹൗ വാസ് ഇറ്റ്, എങ്ങനെയുണ്ടായിരുന്നു, ഹൗ വാസ് ഇറ്റ്, എങ്ങനെയുണ്ടായിരുന്നു, അതായത് ഇൻ്റർവ്യൂ എങ്ങനെയുണ്ടായിരുന്നു. ഹൗ വാസ് ദ ഇൻ്റർവ്യൂ, ഹൗ വാസ് ഇറ്റ്, എങ്ങനെയുണ്ടായിരുന്നു. അപ്പോൾ അമ്മ ചോദിച്ചു ഹൗ വാസ് ഇറ്റ്, വിൽ യു ഗെറ്റ് ദിസ് ജോബ്, എങ്ങനെയുണ്ടായിരുന്നു, വിൽ യു ഗെറ്റ് ദിസ് ജോബ്, എനിക്ക് ജോലി കിട്ടുമോ. ഐ ചേഞ്ച്ഡ് മൈ ഡ്രസ് ആസ് ഇഫ് നത്തിങ് ഹാപ്പൻഡ്, ഐ ചേഞ്ച്ഡ് മൈ ഡ്രസ്, ഞാൻ എൻ്റെ വസ്ത്രം മാറി. ആസ് ഇഫ് എന്ന പോലെ, നമ്മൾ നേരത്തെ പറഞ്ഞു ആസ് ഇഫ് നത്തിങ് ഹാപ്പൻഡ്, ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന പോലെ ഞാൻ ഡ്രസ്സൊക്കെ മാറി. ആൻഡ് ആസ്ക്ഡ് മമ്മി ടു പ്രിപ്പയർ സം ടീ, എന്നിട്ട് ഞാൻ അമ്മനോട് പറഞ്ഞു കുറച്ച് ചായ ഉണ്ടാക്കാനായിട്ട്. വൈൽ മേക്കിംഗ് ടീ, ചായ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത്, വൈൽ മേക്കിംഗ് ടീ, ചായ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത്, വൈൽ എന്ന് പറഞ്ഞാൽ ആ ഒരു സമയത്ത് എന്നർത്ഥം. വൈൽ മേക്കിംഗ് ടീ മമ്മി ആസ്ക്ഡ് മീ, അപ്പോൾ ചായ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അമ്മ എന്നോട് ചോദിച്ചു വേർ മൈ ജോബ് ഈസ്, എൻ്റെ ജോലി എവിടെയാണ്. ആൻഡ് ഹൗ മച്ച്, എത്രത്തോളം, ഐ വുഡ് ഗെറ്റ്, ഹൗ മച്ച് ഐ വുഡ് ഗെറ്റ്, എനിക്ക് എത്രത്തോളം പൈസ കിട്ടുന്നു അമ്മ ചോദിച്ചു. ഐ വിൽ സേ ദാറ്റ് ലേറ്റർ, ഐ വിൽ സേ ദാറ്റ് ലേറ്റർ, ഐ വിൽ സേ ദാറ്റ് ലേറ്റർ, ഞാനത് പിന്നെ പറയാം. ഐ വിൽ സേ ദാറ്റ് ലേറ്റർ, ഐ വിൽ സേ ദാറ്റ് ലേറ്റർ. സേയിങ് ദിസ് ഐ വെൻറ്റ് ഔട്ട് സൈഡ്, അപ്പോൾ അതും പറഞ്ഞുകൊണ്ട് ഞാൻ പുറത്തോട്ട് പോയി. ഐ വെൻറ്റ് ഔട്ട് സൈഡ്, ഞാൻ പുറത്തോട്ട് പോയി. ആൻഡ് ദെൻ ഐ കോൾ മൈ ബെസ്റ്റ് ഫ്രണ്ട് ടോം, അതിനുശേഷം ഞാൻ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിനെ വിളിച്ചു. ദെൻ ഐ കോൾഡ് മൈ ബെസ്റ്റ് ഫ്രണ്ട് ടോം, ഞാൻ ടോമിനെ വിളിച്ചു. വെൻ ഹി ന്യൂ, അവൻ അറിഞ്ഞപ്പോൾ, വെൻ ഹി ന്യൂ ദാറ്റ് ഐ വാസ് കോളിങ്, ഞാനാണ് വിളിക്കുന്നത് എന്നറിഞ്ഞപ്പോൾ, ഹി ആസ്ക്ഡ് മീ എ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ്, ഹി ആസ്ക്ഡ് മീ, അവൻ എന്നോട് ചോദിച്ചു. ഹി ആസ്ക്ഡ് മീ, അവൻ എന്നോട് ചോദിച്ചു. എ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ്, ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചു. ഹി ആസ്ക്ഡ് മീ എ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ്. വൈ ഡിഡ്ന്റ് യു ടെൽ മീ അബൌട്ട് ഇറ്റ്, നീ എന്തുകൊണ്ടാണ് ഇതിനെക്കുറിച്ചിട്ട് എന്നോട് പറയാതിരുന്നേ. വൈ ഡിഡ്ന്റ് യു ടെൽ മീ അബൌട്ട് ഇറ്റ്, എന്തുകൊണ്ടാണ് ഇതിനെക്കുറിച്ചിട്ട് എന്നോട് പറയാതിരുന്നേ. ഹാഡ് ഐ നോൺ ദാറ്റ് യു വർ ഗോയിങ് ടു എറണാകുളം, ഹാഡ് ഐ നോൺ, ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ, ഹാഡ് ഐ നോൺ ദാറ്റ് യു വർ ഗോയിങ് ടു എറണാകുളം, നീ എറണാകുളത്തോട്ട് പോകുന്നത് ഞാൻ അറിഞ്ഞിരുന്നുവെങ്കിൽ, ഐ വുഡ് ഹാവ് കം വിത്ത് യു ടു, ഞാനും നിൻ്റെ കൂടെ വന്നേനെ. ഐ വുഡ് ഹാവ് കം വിത്ത് യു ടു, ഞാനും നിൻ്റെ കൂടെ വന്നേനെ. ദെൻ വി മെറ്റ് അറ്റ് ദി കോഫി ഹൗസ്, പിന്നീട് ഞങ്ങൾ കോഫി ഹൗസിൽ വെച്ച് കണ്ടുമുട്ടി. ആൻഡ് വി ടോക്ഡ് എ ലോട്ട്, ഞങ്ങൾ ഒരുപാട് സംസാരിച്ചു. ആസ് യൂഷ്വൽ വി കെപ്റ്റ് ടോക്കിംഗ് ഫോർ എ വൈൽ, ഞങ്ങൾ കുറച്ച് നേരം സംസാരിച്ചു. ആസ് യൂഷ്വൽ, പതിവ് പോലെ, വി കെപ്റ്റ് ടോക്കിംഗ്, ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നു. ഫോർ എ വൈൽ, കുറച്ച് നേരത്തേക്ക്. മനസ്സിലായല്ലോ. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് സിറ്റുവേഷനുകൾ മുൻനിർത്തിക്കൊണ്ട് നമുക്ക് കുറച്ചും കൂടി പാരഗ്രാഫുകൾ, സെൻറ്റൻസുകൾ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് നമുക്ക്
പഠിക്കാനായിട്ട് പറ്റും. സോ ഇതിൻ്റെ തന്നെ കണ്ടിന്യൂഷൻ ആയിട്ടുള്ള റിയൽ സിറ്റുവേഷൻസ് നമ്മൾ അടുത്ത ക്ലാസ്സുകളിലായിട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ.